നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ വേലൂരിൽ ജ്വല്ലറിയിൽ മോഷണം. സ്വർണ്ണമാല വാങ്ങാനെന്ന വ്യാജേന എത്തിയ യുവാവ് 3 പവന്റെ മാല കഴുത്തിലിട്ട് ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിയോടി. CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി എരുമപ്പെട്ടി പോലീസ്. വേലൂർ കീഴ്ത്തണ്ടിലത്ത് MDMAയുമായി 2 പേർ അറസ്റ്റിൽ. ഗണേശോത്സവം സമൂഹ ഭക്തിപൂർവ്വം ഏറ്റെടുത്തു തുടങ്ങിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ഗണപതി ഭഗവാന്റെ സന്ദേശം സമഭാവന. ഭക്തിയുടെ നിറവിൽ കുളപ്പുള്ളിയിൽ ഗണേശ ഘോഷയാത്രയും പൊതുസമ്മേളനവും. ഷൊർണൂരിൽ കുടുംബശ്രീ ഓണം വിപണന മേള തുടങ്ങി. മേള സെപ്റ്റംബർ 4 വരെ. പ്രദർശന വിപണന മേളയ്ക്കൊപ്പം നിത്യേന കലാപരിപാടികളും. വാർത്തകൾ വിശദമായി. തൃശൂർ വേലൂരിൽ ജ്വല്ലറിയിൽ മോഷണം. സ്വർണ്ണമാല വാങ്ങാൻ എന്ന വ്യാജേന എത്തിയ യുവാവ് 3 പവന്റെ മാല കഴുത്തിലിട്ട് ജ്വല്ലറിയിൽ നിന്നും ഇറങ്ങിയോടി. ഉടമ പിറകെ ഓടിയെങ്കിലും പിടികൂടാനായില്ല. വേലൂർ സ്വദേശി ഫ്രാൻസിയുടെ ഉടമസ്ഥതയിലുള്ള ജോസൺസ് ഫാഷൻ ജ്വല്ലറിയിൽ ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. വേലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രവർത്തിക്കുന്ന ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണം എടുക്കുവാനെന്ന വ്യാജേന യുവാവ് മാസ്ക് ധരിച്ചെത്തി. തുടർന്ന് 3 പവന്റെ താലിമാല ആവശ്യപ്പെടുകയും മാല നൽകിയപ്പോൾ അത് കഴുത്തിലിട്ട് ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിയോടുകയുമായിരുന്നു. ജ്വല്ലറി ഉടമ പിറകെ ഓടിയെങ്കിലും ഇയാൾ കുറച്ചകലെ നിർത്തിയിരുന്ന മറ്റൊരാളുടെ ബൈക്കിന് പുറകിൽ കയറി രക്ഷപ്പെട്ടു. ബൈക്ക് ഓടിച്ചിരുന്ന ആൾ ഉൾപ്പെടെ 2 പേരാണ് മോഷ്ടാക്കൾ. എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വേലൂർ കീഴ്ത്തണ്ടിലത്ത് MDMAയുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. തലക്കോട്ടുകര സ്വദേശി 22 വയസ്സുള്ള നാസിൽ, കുന്നംകുളം വെസ്റ്റ് മങ്ങാട് സ്വദേശി 32 വയസ്സുള്ള പ്രജീഷ് എന്നിവരെയാണ് തൃശൂർ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. 40 ഗ്രാം MDMAയാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. കീഴ്ത്തണ്ടിലത്തുള്ള വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. മയക്കുമരുന്ന് കച്ചവടമുണ്ടെന്നുള്ള രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളായ 22 വയസ്സുള്ള തലക്കോട്ടുകര സ്വദേശി നാസിൽ, കുന്നംകുളം വെസ്റ്റ് മങ്ങാട് സ്വദേശി 32 വയസ്സുള്ള പ്രജീഷ് എന്നിവർ നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ രാത്രി 11 മണിയോടെ പോലീസ് കീഴ്ത്തണ്ടിലത്തുള്ള വീട്ടിൽ മിന്നൽ പരിശോധന നടത്തി. മയക്കുമരുന്നുമായി പിടിയിലായ പ്രതികളെ പിന്നീട് എരുമപ്പെട്ടി പോലീസിന് കൈമാറി. വിദേശത്തായിരുന്ന നാസിൽ 2 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗണേശോത്സവങ്ങൾക്ക് സാമൂഹ്യ സ്വഭാവം കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് വർത്തമാനകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയെന്ന് BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ്. സമഭാവനയാണ് ഗണപതി ഭഗവാന്റെ സന്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു. ഗണേശോത്സവത്തിന്റെ ഭാഗമായി കുളപ്പുള്ളിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MT രമേശ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഗണേശോത്സവത്തിന് ഒരു സാമൂഹ്യ സ്വഭാവം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേവലം ഒരു ഭക്തിയുടെ അന്തരീക്ഷത്തിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ദേശസ്നേഹവും ദേശാഭിമാനവും ആത്മവിശ്വാസവും ഒക്കെ പകർന്നു നൽകാൻ സാധിക്കുന്ന വിപുലമായ തോതിൽ എല്ലാ വിഭാഗങ്ങളെയും അണിനിരത്തിക്കൊണ്ട് സാമൂഹ്യ സമരസതയുടെയും സമഭാവനയുടെയും ഒരു വലിയ സന്ദേശവും ആശയവും എല്ലാവരിലും പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ഗണേശോത്സവത്തിന് ഒരു സാമൂഹ്യ സ്വഭാവം കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് വർത്തമാനകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഗണേശോത്സവം നമ്മുടെ നാട്ടിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ളതാണ്. ഷൊർണൂർ ഗണേശോത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഗണേശോത്സവത്തിൻ്റെ ഭാഗമായി കുളപ്പുള്ളിയിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചത്. N മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി ചടങ്ങിൽ വിശിഷ്ടാതിയായിരുന്നു. സ്വാമിനാഥൻ മാസ്റ്റർ മുഖ്യാതിയായി പങ്കെടുത്തു. P വേണുഗോപാൽ, രാജീവ്, R രഞ്ജിത്ത്, നന്ദകുമാർ, പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നഗരവിദ്യയെ ധന്യമാക്കി നിമഞ്ജന മഹാഘോഷയാത്ര കുളപ്പുള്ളിയിൽ നിന്നും ആരംഭിച്ചു.
വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ഘോഷയാത്ര രാത്രിയിൽ ഭാരതപ്പുഴയിൽ സംഗമിച്ചു. പിന്നീട് ഗണപതി വിഗ്രഹങ്ങൾ ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. റിപ്പോർട്ടർ TV തൃശൂർ ബ്യൂറോയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. മുദ്രാവാക്യം മുഴക്കി ഓഫീസിലെത്തിയ പ്രവർത്തകർ ഓഫീസിൽ കരിയോയിൽ ഒഴിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ, തൃശൂർ അസംബ്ലി പ്രസിഡന്റ് K. സുമേഷ് വിൽവട്ടം, മണ്ഡലം പ്രസിഡന്റ് സൗരാഗ്, നിഖിൽ ദേവ്, അമൽ ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, പ്രക്ഷേപണം സിന്ദാബാദ്, പ്രക്ഷേപണം സിന്ദാബാദ്, പ്രക്ഷേപണം സിന്ദാബാദ്, പ്രക്ഷേപണം സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് 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 സിന്ദാബാദ്. മാധ്യമ രംഗത്തെ വലിയ പീഡനം പുറത്തു വന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയക്കകത്ത് വരെ റിപ്പോർട്ടർ ചാനലില് മുൻ വർക്ക് ചെയ്തിരുന്ന വനിതകൾ പീഡനം അവരുടെ മുഖപുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനൽ വെറും ചാനലല്ല, റൈപ്പ് പോർട്ടറാണെന്ന് യൂത്ത് കോൺഗ്രസ് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചാനലിനെതിരെ ശക്തമായ പോരാട്ടവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. അവിടെ വനിതാ ജീവനക്കാർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വാർത്ത ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ഇതുവരെ 3ഓളം വരുന്ന വനിതാ പ്രവർത്തകർ, അവിടെ ജോലി ചെയ്യുന്ന വനിതാ പ്രവർത്തകർ 3 പേർ സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഉണ്ടായ മുഴുവനായിരിക്കുന്ന പീഡനങ്ങളും തുറന്നെഴുതിയിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് രേഖപ്പെടുത്തും. സംഭവത്തിൽ റിപ്പോർട്ടർ TV പരാതി നൽകി. മാധ്യമ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്നും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ടെലിവിഷൻ വൃത്തങ്ങൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ നഗരസഭ കുടുംബശ്രീ ഓണം വിപണന മേള തുടങ്ങി. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ ടൗണിലാണ് നഗരസഭാ കുടുംബശ്രീയുടെ ഓണം വിപണന മേളയ്ക്ക് വെള്ളിയാഴ്ച തുടക്കം കുറിച്ചത്. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വളരെ സമ്പൽ സമൃദ്ധമായ വിധത്തിൽ ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം കേരളത്തിലാകെ വിവിധങ്ങളായിട്ടുള്ള ഏജൻസികൾ മുഖേന, ഡിപ്പാർട്ട്മെൻറ്റുകൾ മുഖേന, തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന, കുടുംബശ്രീ മുഖേന, സർവീസ് സഹകരണ ബാങ്കുകൾ മുഖേന, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മുഖേന സംഘടിപ്പിച്ചു വരികയാണ്. മഹാബലിയുടെ കാലഘട്ടത്തെ സംബന്ധിച്ച് അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നതെങ്കിലും മഹാബലി ഭരണം നടത്തിയിരുന്ന കാലത്ത് ആ കാലഘട്ടത്തേക്കാൾ കൂടുതൽ സമ്പൽ സമൃദ്ധമായ വിധത്തിൽ എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുടുംബശ്രീ സംവിധാനവും. ആദ്യ വിൽപ്പനയും MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K. ലക്ഷ്മണൻ, K. കൃഷ്ണകുമാർ, SG മുകുന്ദൻ, നഗരസഭാ സെക്രട്ടറി PS രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ സിന്ധു സ്വാഗതവും മാലിനി നന്ദിയും പറഞ്ഞു. വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ വിപണനത്തിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. വസ്ത്രങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവ വിവിധ സ്റ്റാളുകളിലായി സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രദർശന വിപണന മേളയ്ക്കൊപ്പം ദിവസവും കലാപരിപാടികളും ഉണ്ടാകും. സെപ്റ്റംബർ 4 വരെയാണ് മേള. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കിടപ്പിലായ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കൊപ്പം ഷൊർണൂർ BRCയുടെയും കാരക്കട LP സ്കൂളിന്റെയും ഓണാഘോഷം. ചാര എന്ന പേരിൽ കിടപ്പിലായ കുട്ടികളുടെ വീടുകളിലെത്തിയായിരുന്നു ആഘോഷം. കിടപ്പിലായ കുട്ടികളോടൊപ്പം ചാര എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഓണക്കോടികളും ഓണസമ്മാനങ്ങളുമായി അധ്യാപകരും വിദ്യാർത്ഥികളും വീടുകളിലെത്തി. ശാരീരികമായ പരിമിതികൾ മൂലം വിദ്യാലയത്തിൽ എത്തിപ്പെടാൻ കഴിയാത്ത ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വീടുകളിലാണ് സഹപാഠികളും അധ്യാപകരും ഓണച്ചങ്ങാതികളായി എത്തിയത്. മാവേലിയും ഓണപ്പാട്ടുകളും മധുരവുമായി വിദ്യാലയം വീടുകളിൽ എത്തിയപ്പോൾ ആ കുരുന്നുകളുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെയും ഒരുമയുടെയും ഓണപ്പൂക്കളം കാണാമായിരുന്നു.
പൊതുവിദ്യാഭ്യാസ വകുപ്പ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ചാരെ സംഘടിപ്പിച്ചത്. എല്ലാ ആഘോഷങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതോടൊപ്പം ഇതിൽ നേരിട്ട് പങ്കെടുക്കാനാകാത്തവരെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ചാരെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതും അവരുടെ അരികിലെത്തി അവരോടൊപ്പം ഒരു ഓണം എന്ന ലക്ഷ്യവും കൈവരിക്കുന്നതും. BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വി പ്രസീത, സ്കൂൾ പ്രധാനാധ്യാപകൻ VA വൈശാഖ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിദ്യാഭ്യാസ മേഖലയുടെ ഉയർച്ചയ്ക്ക് കരുത്തുറ്റ സംവിധാനവുമായി ജ്യോതിസ് വിദ്യാഭ്യാസ സമഗ്ര പദ്ധതി മാറിയിട്ടുണ്ടെന്ന് മുഹമ്മദ് മുഹസിൻ MLA. വിവിധ ഇടങ്ങളിലും ഏറ്റെടുത്ത് നടപ്പാക്കാൻ പറ്റുന്ന മാതൃകാപരമായ പദ്ധതിയാണ് ഇതെന്നും MLA പറഞ്ഞു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായുള്ള സർഗോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് ദശവാർഷിക പ്രീ പ്രൈമറി അംഗൻവാടി സർഗോത്സവം സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂരിലെ മൂലൂർക്കര ALP സ്കൂളായിരുന്നു സർഗോത്സവം. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വളരെ വിപുലമായ രീതിയിലുള്ള പരിപാടികളാണ് ജ്യോതിസിന്റെ ഭാഗമായി നടക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പ്രീ പ്രൈമറി മുതൽ പ്രൈമറി അടക്കമുള്ള UP അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ നേട്ടമുണ്ടാക്കുന്നതിനും വിദ്യാലയങ്ങളെ ആകെ മെച്ചപ്പെടുത്തുന്നതിനും ഒരു കരുത്തുറ്റ സംവിധാനമായി ഈ 10 വർഷം കൊണ്ട് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മാറിയിട്ടുണ്ട്. ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി. സിനിമാ ഫെയിം വസിഷ്ഠ മുഖ്യാതിഥിയായിരുന്നു. ജലജ ശശികുമാർ, മുജിബുദ്ദീൻ, ദിവ്യ ദിവാകരൻ, KT അലി, ഷാജഹാൻ പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 2 വേദികളായി കുട്ടികളുടെ മത്സരങ്ങൾ നടന്നു. വിവിധ ഇന മത്സരങ്ങളായി 400ഓളം കുട്ടികളാണ് പങ്കെടുത്തത്. കൂടാതെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും നടന്നു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ സമ്മാന വിതരണവും ഉണ്ടായിരുന്നു. കൊച്ചുകുട്ടികളുടെ പാട്ടും നൃത്തങ്ങളും സർഗപരമായ മികവുകളും അവതരിപ്പിക്കപ്പെട്ട സർഗോത്സവം കാണാനും ആസ്വദിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമായി നിരവധി പേരാണ് വിദ്യാലയത്തിൽ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കൃഷി വകുപ്പിന്റെ കീഴിൽ കോട്ടായിൽ പ്രവർത്തിക്കുന്ന ഭൂമിക ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ICAR SC/SP സ്കീം 2024-25 ഉൾപ്പെടുത്തി നിർമ്മിച്ച ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടന്നു. ചടങ്ങിൽ ഓണക്കിറ്റ് വിതരണവും ഉണ്ടായിരുന്നു. ഡോക്ടർ V. വെങ്കിട്ട സുബ്രഹ്മണ്യൻ, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് എന്നിവർ ചേർന്നാണ് ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ചടങ്ങിൽ പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സുമിയ, കുഴൽമന്ദം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജൂലി ജോർജ്, കൃഷി വിജ്ഞാന കേന്ദ്രം പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ ജിജി അലൻ, PS ലക്ഷ്മി, കുഴൽമന്ദം ബ്ലോക്ക് ടെക്നോളജി മാനേജർ PG അജീഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഓണക്കിറ്റ് വിതരണോദ്ഘാടനം കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് KK നാരായണൻ നൽകി നിർവഹിച്ചു. H. സൈനുദ്ദീൻ സ്വാഗതവും സെക്രട്ടറി C. ശിവപ്രകാശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ വേലൂരിൽ ജ്വല്ലറിയിൽ മോഷണം. സ്വർണ്ണമാല വാങ്ങാനെന്ന വ്യാജേന എത്തിയ യുവാവ്
3 പവന്റെ മാല കഴുത്തിലിട്ട് ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിയോടി. CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി എരുമപ്പെട്ടി പോലീസ്. വേലൂർ കീഴ്ത്തണ്ടിലത്ത് MDMAയുമായി 2 പേർ അറസ്റ്റിൽ. ഗണേശോത്സവം സമൂഹ ഭക്തിപൂർവ്വം ഏറ്റെടുത്തു തുടങ്ങിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ഗണപതി ഭഗവാന്റെ സന്ദേശം സമഭാവന. ഭക്തിയുടെ നിറവിൽ കുളപ്പുള്ളിയിൽ ഗണേശ ഘോഷയാത്രയും പൊതുസമ്മേളനവും. ഷൊർണൂരിൽ കുടുംബശ്രീ ഓണം വിപണന മേള തുടങ്ങി. മേള സെപ്റ്റംബർ 4 വരെ. പ്രദർശന വിപണന മേളയ്ക്കൊപ്പം നിത്യേന കലാപരിപാടികളും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.